മണ്ണാർക്കാട് കഴിഞ്ഞ 5 വർഷമായി UDF നടപ്പാക്കിയിട്ടുള്ള വികസന പരിപാടികൾക്കുള്ള അതോടൊപ്പം തന്നെ ജനങ്ങൾക്കൊപ്പം നിന്ന് നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നാട്ടുകാർ നൽകിയിട്ടുള്ള അംഗീകാരമായി ആദ്യഘട്ടം ഇതിന്റെ ഒന്നാമത്തെ ഘടകം അതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തീർത്തും അനാവശ്യമായി ഇവിടെ ചില ആളുകളുടെ താൽപര്യത്തിനനുസരിച്ച് ഒരു മതപണ്ഡിതൻ അനാവശ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. അതിനോടുള്ള ശക്തമായ അമർഷം അങ്ങനെ യാഥാസ്ഥികനായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ എപ്പോഴും പിന്തിരിപ്പനായ നിലപാടുകൾ മാത്രം സ്വീകരിക്കുന്ന ഇദ്ദേഹത്തിനെതിരെയുള്ള അമർഷം ഇടതുപക്ഷ സ്നേഹിതന്മാർ പോലും എനിക്ക് വോട്ട് നൽകിക്കൊണ്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് നിയോജക മണ്ഡലം എന്നും സംസ്ഥാന തരംഗങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ്. UDF ആണെങ്കിൽ UDF, LDF ആണെങ്കിൽ LDF. എന്നാൽ ഇന്ന് LDFന് അനുകൂലമായ ഒരു തരംഗമുണ്ടായിട്ടും മണ്ണാർക്കാട് അതിനെ അതിജീവിച്ചു നിന്നത് ഈ 2 ഘടകങ്ങൾ കൊണ്ടാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്നെ ജനാധിപത്യത്തിന്റെ വിജയമാണല്ലോ. ഇവർക്ക് ജനാധിപത്യത്തിൽ എന്ത് കാര്യം? ഇവരിങ്ങനെ ആളുകൾ മിരട്ടാൻ വരാരാ? അതാണ് ഇവിടെ ജനാധിപത്യത്തിലൂടെ തെളിയിച്ചത്.